ഫ്രീഡം വേണമെന്ന് നിലവിളിക്കുന്ന എല്ലാവരുടെയും അവസാന ഉത്തരം ദൂരെ ഒരു കോളേജിൽ പോവാം, അഡ്മിഷൻ എടുക്കാം, അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാമല്ലോ, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനൊടുവിലും നമ്മൾ ഹോസ്റ്റലിലെത്തുന്നു, ഒരുപാട് കൂട്ടുകാരെ കാണുന്നു. ആരെ വിശ്വസിക്കണം, ആരോട് എന്ത് പറയണം, കൂടെ നിൽക്കുന്നത് ആരായിരിക്കും, കൂടെ നിന്ന് ചതിക്കുന്നത് ആരാണ്, ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇതൊക്കെ മനസ്സിലായി കഴിയുന്നൊരു നിമിഷം നമ്മൾ എവിടെയൊക്കെയോ ഒരു ഒറ്റപ്പെട്ടതുപോലെ തോന്നും. ഒരു ഫോൺ കോളിനപ്പുറം വീട്ടുകാരും എല്ലാവരും ഉണ്ടെങ്കിലും തനിച്ചായതുപോലെ ഇൻഡിപെൻഡൻ്റ് ആവുക, ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കുക, നമ്മൾ കുറച്ച് വലുതായതുപോലെ ഒരു തോന്നൽ, പക്വത വരിക, ഇതൊക്കെ ആയിരിക്കും. ലൈഫ് വാസ് സോ ഗുഡ് ബിഫോർ. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള അടികൂടലും വഴക്കും, സിബ്ലിങ്സ്, കസിൻസ്, പഴയ ഫ്രണ്ട്സ്, ഒരു കാര്യമില്ലാതെ വീട്ടിലടി ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഓർത്ത് വിഷമിക്കുമ്പോഴും മനസ്സ് പറയുന്നുണ്ട് ഈ നേരവും കടന്നു പോവും. നോക്ക്.